നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിലെയും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിലെയും വിവരങ്ങൾ വെച്ച് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിദേശ വ്യാപാര കണക്കുകൾ, അതായത് ഈ 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദം ഏപ്രിൽ-ജൂൺ മാസങ്ങളിലെ കണക്കുകൾ ഒന്ന് നോക്കാൻ പോവാണ്. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു വിശകലനം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. UPSC പ്രിലിംസ് തലത്തിൽ ഇന്ത്യൻ ഇക്കണോമി, അതിൽ വരുന്ന വിദേശ വ്യാപാരം, വ്യാപാര കമ്മി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മെയിൻസിൽ GS പേപ്പർ 3, അതിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന ഭാഗത്തും ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? ഈ പുതിയ കണക്കുകളിൽ എന്താണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം? ഏറ്റവും പ്രകടമായ മാറ്റം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യാപാര കമ്മി, അതായത് ഓവറോൾ ട്രേഡ് ഡെഫിസിറ്റ്, അത് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓഹോ. അതെ, ഏകദേശം 1.4% കുറഞ്ഞു. ഡോളറിൽ പറഞ്ഞാൽ ഏകദേശം $20.3 ബില്യൺ ഇപ്പോഴത്തെ കമ്മി. ഇതൊരു നല്ല സൂചനയാണ്. ഇതിന് പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സേവന കയറ്റുമതിയാണ്, സർവീസ് എക്സ്പോർട്സ്. അതിൽ നല്ലൊരു വളർച്ചയുണ്ട്, ഏകദേശം 11%. 11%? കൊള്ളാം. അതേസമയം നമ്മൾ സാധാരണ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ള ചരക്ക് കയറ്റുമതി, മെർച്ചൻഡൈസ് എക്സ്പോർട്സ്, അത് അത്ര അധികം മുന്നോട്ട് പോയില്ല. വെറും 2% വളർച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും കൂടി നോക്കുമ്പോൾ മൊത്തം കയറ്റുമതി ഒരു 6% കൂടിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ സേവന മേഖലയാണ് ശരിക്കും ഇപ്പൊ കാര്യമായിട്ട് ഇതിനെ താങ്ങി നിർത്തുന്നത് അല്ലേ? അതെ അതെ. പക്ഷെ ഈ ചരക്ക് കയറ്റുമതിയിലെ മെല്ലപ്പോക്ക്, അതിനെന്താണ് കാരണം? സർക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും പ്രത്യേക ചരക്ക് വിഭാഗം നന്നായിട്ട് മുന്നോട്ട് പോയോ? ശരിയാണ്, സേവനങ്ങളാണ് ഇപ്പോ താങ്ങ്. ചരക്കു കയറ്റുമതിയിലെ ഈ കുറഞ്ഞ വളർച്ചയ്ക്ക് സർക്കാർ പറയുന്നൊരു കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതാണ്. അതുകൊണ്ട് ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയുള്ള കയറ്റുമതി നോക്കുകയാണെങ്കിൽ അതിൽ 6% വളർച്ചയുണ്ട്. പക്ഷേ ഇതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ കയറ്റുമതിയാണ്. അത് 47.1% വർദ്ധിച്ചു. ഓഹോ, 47%? അത് ഭയങ്കര കൂടുതലാണല്ലോ. അതെ, അതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ നമ്മുടെ പ്രധാന കയറ്റുമതി ഇപ്പോഴും അത് അമേരിക്കയിലേക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നുമാണ്. ഈ വ്യാപാര കമ്മി, ചരക്ക് വ്യാപാരം, സേവന വ്യാപാരം, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊന്ന് ചുരുക്കി പറയാമോ? കോർ കോൺസെപ്റ്റ്സ് എന്ന രീതിയിൽ. പറയാം. വ്യാപാര കമ്മി അഥവാ ട്രേഡ് ഡെഫിസിറ്റ് എന്നുവെച്ചാൽ ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്നത് പുറത്തേക്ക് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ, അതാണ് കമ്മി. ശരി. പിന്നെ ചരക്ക് വ്യാപാരം, മെർച്ചൻഡൈസ് ട്രേഡ്, അത് നമ്മൾ ഈ കാണുന്ന തൊടാൻ പറ്റുന്ന സാധനങ്ങളില്ലേ, കാറുകൾ, ഫോണുകൾ, തുണിത്തരങ്ങൾ, അങ്ങനെയുള്ളവയുടെ കച്ചവടം. സേവന വ്യാപാരം, സർവീസസ് ട്രേഡ്, അത് IT സേവനങ്ങൾ, ടൂറിസം, വിദ്യാഭ്യാസം, ബാങ്കിംഗ് പോലെയുള്ള സേവനങ്ങളുടെ കൊടുക്കൽ വാങ്ങലാണ്. ഇന്ത്യ സാധാരണയായിട്ട് ഈ സേവന വ്യാപാരത്തിൽ മിച്ചം നേടാറുണ്ട്, സർപ്ലസ്. അതായത് സേവന കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഈ മിച്ചമാണ് ഇപ്പൊ നമ്മുടെ മൊത്തം വ്യാപാര കമ്മി കുറയാൻ പ്രധാനമായിട്ടും സഹായിച്ചത്. ശരി ശരി. അപ്പോ ഈ കണക്കുകൾ ഒരു വലിയ തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നത്? മെയിൻസ് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പോയിന്റ്സ് എടുക്കാം? തീർച്ചയായും. ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയിൽ, അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ചില മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. സേവന മേഖല ഇങ്ങനെ ശക്തിപ്പെടുന്നത് നല്ല കാര്യം തന്നെയാണ്. ലോകത്തില് ഒരു നോളജ് ഇക്കോണമി, അതായത് അറിവിനെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. അതെ. പക്ഷേ മറ്റേ സൈഡ് നോക്കിയാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള വലിയ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും ചരക്ക് കയറ്റുമതി, പ്രത്യേകിച്ച് നിർമ്മാണ മേഖല അഥവാ മാനുഫാക്ചറിംഗ്, അത് വേണ്ടത്ര വേഗത്തിൽ വളരുന്നില്ല. അതൊരു വെല്ലുവിളിയാണ്. പിന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കൂടുന്നു, പക്ഷെ അങ്ങോട്ടുള്ള നമ്മുടെ കയറ്റുമതി കുറയുന്നു. ആ ഒരു അന്തരം കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ട്രേഡ് ബാലൻസിനെ ബാധിക്കും. അപ്പോൾ ഈ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന ശക്തിയും ദൗർബല്യവും അതൊന്ന് ചുരുക്കി പറയാമോ? ശക്തി അത് തീർച്ചയായും നമ്മുടെ സേവന മേഖല തന്നെ.
അത് ഈ വ്യാപാര കമ്മി ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. ശരിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് പോലുള്ള പുതിയ മേഖലകളിലെ വളർച്ച, അതും ഇത്രയും വലിയ ശതമാനത്തിൽ, അതൊരു നല്ല സൂചനയാണ്. ലോകവിപണി അത്ര സജീവമല്ലാതിരുന്നിട്ടും മൊത്തം കയറ്റുമതിയിൽ ഒരു വളർച്ച നേടാൻ നമുക്ക് പറ്റിയെന്നതും ഒരു പോസിറ്റീവ് കാര്യമാണ്. ഓക്കെ. ദൗർബല്യങ്ങളോ? ദൗർബല്യങ്ങൾ നോക്കിയാൽ, ഒന്ന്, നിർമ്മാണ മേഖലയിലെ കുറഞ്ഞ വളർച്ച. അത് നമ്മുടെ വ്യാവസായിക പുരോഗതിയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രണ്ട്, ചൈനയെ ഇറക്കുമതിക്കു വേണ്ടി നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നു. അത് കുറയ്ക്കണം. അതൊരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ നമ്മുടെ കയറ്റുമതി പ്രധാനമായും അമേരിക്ക, UAE അങ്ങനെ കുറച്ച് രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ കുറവാണ്. പിന്നെ പെട്രോളിയം വിലയിലുള്ള മാറ്റങ്ങൾ, അത് നമ്മുടെ വ്യാപാര കണക്കിനെ പെട്ടെന്ന് ബാധിക്കുന്നു. അതും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയുണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. ദിസ് റേസസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി മുന്നോട്ടു പോകാൻ എന്താണ് വഴി? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ നിർമ്മാണ മേഖലയുടെ മത്സരശേഷി കൂട്ടണം. അതിന് PLI സ്കീം പോലെയുള്ളവ. PLI എന്നുവെച്ചാൽ? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതായത് ഉൽപ്പാദനം കൂടുമ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക പ്രോത്സാഹനം. അത് കൂടുതൽ കാര്യക്ഷമമാക്കണം. പിന്നെ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് കൂട്ടണം. ശരി. 2, ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടണം. നമ്മുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യം വെക്കുന്ന പോലെ. 3, കയറ്റുമതിക്ക് പുതിയ വിപണികൾ കണ്ടെത്തണം. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. 4, സേവന മേഖലയിലെ ഇപ്പോഴത്തെ ഈയൊരു മുൻതൂക്കം, അത് നിലനിർത്തണം. അതിൽ തന്നെ പുതിയ സാധ്യതകൾ കണ്ടെത്തണം. 5, വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ, FTAs. അതുവഴി രാജ്യങ്ങൾ തമ്മിലുള്ള ഇറക്കുമതി, കയറ്റുമതി തീരുവകളൊക്കെ കുറയും. അത്തരം കരാറുകൾ വേഗത്തിൽ പൂർത്തിയാക്കി നടപ്പാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യാപാര കമ്മി കുറഞ്ഞതൊരു നല്ല വാർത്തയാണ്, ഒരു ആശ്വാസമാണ്. എന്നാൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഘടനയിൽ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖല, പിന്നെ ചൈനയുമായുള്ള വ്യാപാരം, ഇതിലൊക്കെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സേവനമേഖലയാണിപ്പോൾ ഒരു വലിയ താങ്ങായിട്ട് നിൽക്കുന്നത്. അതെ, ശരിയാണ്. നിങ്ങൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം കൂടി. ഈ ഡേറ്റയുടെയും ഈ വെല്ലുവിളികളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ വിജയകരമാക്കാൻ, പ്രത്യേകിച്ച് കയറ്റുമതി കൂട്ടാൻ, എന്തെല്ലാം പുതിയ ആശയങ്ങൾ, നൂതനമായ വഴികൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനാവും? ഒരുപാട് വക നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. അതും ദ ഹിന്ദു പത്രത്തിൽ നിന്ന് തന്നെയാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ പണപ്പെരുപ്പത്തെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത കണ്ടിരുന്നു. ഇന്ന് ദി ഹിന്ദുവിൽ വന്ന ഒരു എഡിറ്റോറിയൽ വെച്ചാണ് നമ്മൾ ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. അതായത് ഈ ഔദ്യോഗിക കണക്കുകളും സാധാരണക്കാരായ നമ്മുടെയൊക്കെ അനുഭവങ്ങളും തമ്മിലൊരു ഒരു പൊരുത്തമുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെ മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. പിന്നെ UPSC പരീക്ഷ എഴുതുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിലെ ഇന്ത്യൻ എക്കോണമി ഭാഗത്തും മെയിൻസിലെ GS പേപ്പർ 3ലും ഇത് വരും. ശരി. അപ്പോൾ നമുക്ക് ഈ എഡിറ്റോറിയലിലേക്ക് കടക്കാം. ജൂണിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 2.1% കുറഞ്ഞു. ഇത് 77 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. കേൾക്കുമ്പോഴൊരു ആശ്വാസം തോന്നുന്നുണ്ട്, അല്ലേ? ഒറ്റനോട്ടത്തിൽ അതെ. പക്ഷേ ലേഖനം ചോദിക്കുന്നത് ഇത് യഥാർത്ഥ ചിത്രം നൽകുന്നുണ്ടോ എന്നാണ്. കാരണം ഈ കുറവിനു പിന്നിലെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ ഇടിവാണ്. ഓഹോ, ഭക്ഷ്യവസ്തുക്കൾ. അതെ. ഒരുപക്ഷെ ഇത് കാലവർഷമൊക്കെ കാരണം താൽക്കാലികമായി സംഭവിച്ച ഒന്നാവാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണമല്ലാത്ത മറ്റു പല സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില അത് കൂടുകയാണ്. അതാണ് ഇതിലെ ഒരു പ്രധാന പോയിന്റ്. ലേഖനം പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കും. ഈ വിദ്യാഭ്യാസം, സ്റ്റേഷനറി, പിന്നെ ആരോഗ്യം, ഇതൊക്കെ നോക്കിയാൽ അവിടങ്ങളിലെ പണപ്പെരുപ്പം 15 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ശരിയാണ്. അതുപോലെ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോപ്പ്, ടൂത്ത്പേസ്റ്റ് പോലുള്ള പേഴ്സണൽ കെയർ സാധനങ്ങൾ,
അതിന്റെ വിലക്കയറ്റം ഏകദേശം 14.8%. അത് വളരെ കൂടുതലല്ലേ? വളരെ കൂടുതൽ, സംശയമില്ല. ഇവിടെയാണ് ഈ ഉപഭോക്തൃവില സൂചികയുടെ, അതായത് CPIയുടെ ഘടനയെക്കുറിച്ച് ലേഖനം പറയുന്നത്. ഇതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ CPI കണക്കാക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം, വെയിറ്റേജ് എന്ന് പറയില്ലേ, അത് 46%. 46%, അതായത് പകുതിയോളം. ഏതാണ്ട് പകുതിയോളം. എന്നാൽ പുതിയ ഗാർഹിക ഉപഭോഗ സർവേ, അതായത് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ, അതുപ്രകാരം ആളുകൾ ഭക്ഷണത്തിനു വേണ്ടി ചിലവാക്കുന്നത് അവരുടെ ആകെ ചിലവിന്റെ ഏതാണ്ട് 30%-ഒക്കെ ഉള്ളൂ. ഓഹോ, അപ്പോ ഈ കണക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? ഇമ്പാക്റ്റ് വലുതാണ്. കാരണം ഈ CPI ആണല്ലോ നമ്മുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അളവുകോൽ. ലേഖനം പറയുന്നത് ഈ CPIയുടെ അടിസ്ഥാന വർഷം അത് ഇപ്പോഴും 2011-12 ഓ, ഇപ്പോഴും 2011-12. അതെ, അത് ഈ ഓരോ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വെയിറ്റേജും കാലോചിതമായി പുതുക്കണമെന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം ഇതിന്റെ പണിപ്പുരയിലാണെങ്കിലും ഇത് കുറച്ചുകൂടി വേഗത്തിലാക്കണം എന്നാണ് ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ കണക്കുകൾ യാഥാർത്ഥ്യവുമായി ഒരുപക്ഷേ പൊരുത്തപ്പെടില്ല. ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. അതൊന്ന് ലളിതമായിട്ട് പറയാമോ? പറയാം. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണുന്ന പ്രധാന കണക്ക്. CPI ബാസ്ക്കറ്റിലെ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലമാറ്റം നോക്കിയിട്ടുള്ള ആ മൊത്തം കണക്കാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. എന്നാൽ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നു പെട്ടെന്ന് വില മാറാൻ സാധ്യതയുള്ള, അതായത് വൊളറ്റൈലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെയും ഇന്ധനത്തെയും ഒഴിവാക്കും. ഭക്ഷണവും ഇന്ധനവും ഒഴിവാക്കിയിട്ടുള്ള കണക്ക്. അതെ, ഇത് സമ്പദ്വ്യവസ്ഥയിലെ ഒരു അടിസ്ഥാനപരമായ വിലക്കയറ്റത്തിന്റെ ട്രെൻഡ് അറിയാൻ കുറച്ചുകൂടി സഹായിക്കും. പിന്നെ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ വിലയിലെ മാറ്റങ്ങൾ അളക്കാൻ നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന വർഷം. അത്രയുള്ളൂ. ശരി. അപ്പോൾ ഈ കണക്കുകളിലെ കളി ഏകദേശം മനസ്സിലായി. പക്ഷെ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ചൊരു സിറ്റിയിലൊക്കെ ജീവിക്കുമ്പോൾ, ഒരുപക്ഷെ ഭക്ഷണത്തിന്റെ വിലയേക്കാൾ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് കുട്ടികളുടെ ഫീസ്, ആശുപത്രി ചെലവ്, യാത്ര, ഇതൊക്കെയാവില്ലേ? ഈ ഔദ്യോഗിക കണക്ക് നിങ്ങളുടെ പോക്കറ്റിലെ അവസ്ഥയുമായി ചേരുന്നുണ്ടോ? അവിടെയാണ് ഈ ലേഖനത്തിന്റെ പ്രധാന ചോദ്യം വരുന്നത്. ഈ പഴയ CPI ഘടന കാരണം യഥാർത്ഥത്തിലുള്ള വിലക്കയറ്റം ഒരുപക്ഷേ ഈ കണക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല. അത് കുറഞ്ഞാണ് കാണിക്കുന്നത്. ഇത് സർക്കാരിനെയും RBIയെയും തെറ്റായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അതൊരു അപകടമാണല്ലോ. തീർച്ചയായും. അഗ്യാൻ ഇൻഫ്ലേഷൻ കുറയുന്നത് കാണുമ്പോൾ RBI പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചെന്ന് കരുതുക. പക്ഷേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള മേഖലകളിൽ സാധാരണക്കാർക്ക് വലിയ വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പോൾ ഈ പലിശ കുറിച്ചതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമുണ്ടാവില്ല. ശരിയാണ്. അപ്പൊ എന്താണ് ഇതിനൊരു മുന്നോട്ടുള്ള വഴി? ലേഖനം എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. ലേഖനം ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, ഈ CPIയുടെ പുനഃപരിശോധന. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. പുതിയ ഉപഭോഗ രീതികൾക്കനുസരിച്ച് ഈ വെയിറ്റേജ് മാറ്റണം. അതായത് ഭക്ഷണത്തിന്റെ പ്രാധാന്യം കുറച്ച് സേവനങ്ങൾക്ക്, വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ളവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. 2, നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ കോർ ഇൻഫ്ലേഷന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഈ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സേവന മേഖലകളിൽ എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടുന്നതെന്ന് പരിശോധിച്ച് അത് നിയന്ത്രിക്കാൻ നടപടി വേണം. ഏറ്റവും പ്രധാനമായി പണപ്പെരുപ്പത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു വ്യക്തവും യാഥാർത്ഥ്യബോധത്തോടെയുള്ളതുമായ ചിത്രം നൽകണം. ചുരുക്കി പറഞ്ഞാൽ, പത്രത്തിലെ ആ ഹെഡ്ലൈൻ നമ്പർ മാത്രം നോക്കിയാൽ നമ്മുടെയൊക്കെ വീട്ടുചെലവിലെ യഥാർത്ഥ വർധനവ് മനസ്സിലാകണമെന്നില്ല. ഈ പണപ്പെരുപ്പം അളക്കുന്ന രീതി തന്നെ മാറേണ്ട ഒരാവശ്യമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെ, വലിയ കണക്കുകൾക്കപ്പുറം താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ അതും കൂടെ പരിഗണിച്ചു വേണം നയങ്ങൾ രൂപീകരിക്കാൻ. അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഒരു കാര്യം ചിന്തിക്കാൻ ബാക്കി വയ്ക്കുന്നു. ഈ ഔദ്യോഗിക കണക്കുകൾ നിങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരുപക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ബഡ്ജറ്റുകൾ താളം തെറ്റുന്നുണ്ടോ? അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം.
ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തില് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അനാരോഗ്യകരമായ ഭക്ഷണ ഉപഭോഗത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിലുള്ള അമിതവണ്ണത്തിനെതിരെ അവബോധവും നിയമനിർമ്മാണവും എന്ന ഒരു ലേഖനമുണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായി നോക്കുന്നത്. അതെ. അപ്പോ ഈ അമിതവണ്ണത്തിന്റെ പ്രശ്നം ഇന്ത്യയിൽ എങ്ങനെയാണ് കൂടുന്നത്, സർക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു, പിന്നെന്തൊക്കെയാണ് ഇപ്പോഴത്തെ കുറവുകൾ, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവർക്ക് ഈ വിഷയം എവിടെയൊക്കെ വരും എന്നത് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. നമുക്ക് ആദ്യം തന്നെ ഈ UPSC പ്രസക്തിയുടെ കാര്യം പറയാം. ഇപ്പോൾ പ്രിലിംസ് എടുത്താൽ അവിടെ ആരോഗ്യം, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളില്ലേ, NCDS, അമിതവണ്ണം, പിന്നെ ഭരണം, അതായത് FSSAI പോലുള്ള സ്ഥാപനങ്ങൾ, സർക്കാർ സ്കീമുകൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരാം. അതിൻ്റെ നടത്തിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ GS പേപ്പർ 3ൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ശരി, അപ്പോൾ നമുക്ക് ലേഖനത്തിലേക്ക് വരാം. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെയെല്ലാം ഇഷ്ടഭക്ഷണങ്ങളായ സമൂസ, ജിലേബി, ഇതിലൊക്കെയുള്ള എണ്ണയുടെയും പഞ്ചസാരയുടെയും ഒക്കെ അളവ് കാണിക്കണം എന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. അതെ അതെ. ഈ അമിതവണ്ണം കുറയ്ക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം കണക്കുകൾ നോക്കിയാൽ 2005നും 2021നും ഇടയ്ക്ക് ഈ അമിതവണ്ണം ഏകദേശം ഇരട്ടിയായിട്ടുണ്ട് എന്നാണ് NFHS സർവേ പറയുന്നത്. അത്രയ്ക്കുണ്ടല്ലേ? ഉവ്വ്. മുമ്പ് CBSE സ്കൂളുകളിൽ ഷുഗർ ബോർഡുകൾ വെക്കാനുള്ള ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ലേഖനം പറയുന്നത് ഈ ബോധവൽക്കരണമൊക്കെ കൊള്ളാം, പക്ഷേ അതുമാത്രം പോരാ, കുറച്ചുകൂടി ശക്തമായ നിയമ നടപടികൾ വേണ്ടേയെന്നാണ്. അതെ, അത് ഇറക്ക് പോയിന്റ്. ഈ പാക്ക് ചെയ്ത ഭക്ഷണങ്ങളുണ്ടല്ലോ, അനാരോഗ്യകരമായവ, അതിൻ്റെ പുറത്ത് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന മുന്നറിയിപ്പ് ലേബലുകൾ, അതായത് ഫ്രണ്ട് ഓഫ് പാക്കേജ് ലേബിൾസ് അല്ലെങ്കിൽ FOPL, അത് കൊണ്ടുവരുന്നതിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി FSSAI ഒരുപാട് വൈകുന്നു എന്നാണ് ലേഖനം പറയുന്നത്. ഓഹോ. പിന്നെ ഈ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പുമൊക്കെ ഒരുപാട് കൂടിയ ഭക്ഷണങ്ങൾ HFSS ഫുഡ്സ് എന്ന് പറയും. അതിന് ഒരു അധിക നികുതി, ഒരു സിൻ ടാക്സ് പോലെ ചുമത്തിയാൽ അതിൻ്റെ ഉപയോഗം കുറഞ്ഞേക്കാം എന്നും പറയുന്നുണ്ട്. അത് പല രാജ്യങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. പക്ഷെ നമ്മുടെ FSSAI ഈ HFSS ഭക്ഷണങ്ങളിൽ എത്ര വരെ കൊഴുപ്പും പഞ്ചസാരയുമൊക്കെ ആകാം എന്നുള്ളൊരു ഉയർന്ന പരിധി പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ FOPL എങ്ങനെ നടപ്പാക്കും? അതൊരു പ്രശ്നമാണ്. ശരിയാണ്. പഠനങ്ങളൊക്കെ പറയുന്നത് മറ്റുള്ള സ്റ്റാർ റേറ്റിംഗ് പോലത്തെ ലേബലുകളെക്കാളും ഈ മുന്നറിയിപ്പ് ലേബലുകളാണ്, വാണിംഗ് ലേബലുകൾ, ആളുകൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ നല്ലതെന്നാണ്. അപ്പോ ഈ ചർച്ചയില് നമ്മൾ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചു: NCDS, FOPL, FSSAI, HFSS ഫുഡ്സ് എന്നൊക്കെ. പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഇതൊന്ന് ചുരുക്കി പറയാമോ? പറയാം. NCDs എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് നേരിട്ട് പകരാത്ത ജീവിതശൈലി രോഗങ്ങൾ, ഹൃദ്രോഗം, പ്രമേഹം, അങ്ങനെയുള്ളവ. FOPL നമ്മൾ പറഞ്ഞു, ഫ്രണ്ട് ഓഫ് പാക്കേജ് ലേബലിംഗ്, പാക്കറ്റിന്റെ മുൻപിൽ തന്നെ പോഷകങ്ങളെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിവരം. ഓക്കെ. FSSAI ആണ് ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയുടെ അതോറിറ്റി. പിന്നെ HFSS ഫുഡ്സ് പറഞ്ഞ ഹൈ ഇൻ ഫാറ്റ്, ഷുഗർ ആൻഡ് സോൾട്ട് ഭക്ഷണങ്ങൾ, നമ്മൾ സാധാരണ ജങ്ക് ഫുഡ് എന്ന് വിളിക്കുന്നവ. മനസ്സിലായി. പിന്നെ ബിഹേവിയറൽ നെഡ്ജ് എന്നൊരു വാക്കും പറഞ്ഞു. അത് നേരിട്ട് വിലക്കാതെ ആളുകളുടെ സ്വഭാവത്തെ ചെറുതായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്, സമൂസയുടെ കലോറി എഴുതി കാണിക്കുന്നത് പോലെ. ശരി. അപ്പോൾ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടില് ഇതിനെ എങ്ങനെയാ കാണണം? ഇതൊരു ഭരണപരമായ പ്രശ്നം കൂടിയാണ് എന്ന് പറഞ്ഞല്ലോ. അതെ, തീർച്ചയായും. ഇത് ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധി മാത്രമല്ല, ഒരു ഭരണപരമായ വെല്ലുവിളി കൂടിയാണ്. നമ്മൾ ഈ ഇരട്ട ഭാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് ഡബിൾ ബേർഡൻ ഓഫ് മാൽന്യൂട്രീഷൻ. ഒരു വശത്ത് പോഷകാഹാരക്കുറവ്, മറുവശത്ത് അമിതവണ്ണം, ജീവിതശൈലി രോഗങ്ങൾ, രണ്ടുമുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ സർക്കാർ ഈ സമൂസയുടെയും ജിലേബിയുടെയും പുറകെ നടക്കുമ്പോൾ വലിയൊരു മാർക്കറ്റായി പാക്ഡ് ഫുഡ് ഇൻഡസ്ട്രി, അവർക്ക് കാര്യമായ നിയന്ത്രണങ്ങൾ വരുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. FOPL നടപ്പാക്കുന്നതിൽ ഈ കാലതാമസം FSSAIയുടെ കാര്യക്ഷമതയെയും ഒരുപക്ഷെ അവരുടെ മുൻഗണനകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് GS പേപ്പർ 2ലെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലേഖനം സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗുണങ്ങളും ദോഷങ്ങളും. ഗുണമായിട്ട് പറയുന്നത് ഇത് കുറച്ചെങ്കിലും അവബോധമുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങളിലും അപകടമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു.
പക്ഷെ പോരായ്മകളാണ് കൂടുതൽ. ഈ ബോധവൽക്കരണം മാത്രം പോരാ. പാക്ഡ് ഫുഡ്സിനെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല. നിയമ നടപടികൾ വൈകുന്നു. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ല. അപ്പോ എന്താണ് ഒരു മുന്നോട്ടുള്ള വഴി? ലേഖനം എന്തെങ്കിലും പരിഹാരങ്ങൾ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ബോധവൽക്കരണവും നിയമവും ഒരുമിച്ച് പോകണം. അതാണ് പ്രധാനം. FOPL ഉടൻ നടപ്പാക്കണം. ഈ HFSS ഭക്ഷണങ്ങൾക്ക് സിൻ ടാക്സ് ഏർപ്പെടുത്തുന്നത് ഗൗരവമായി പരിഗണിക്കണം. കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഈ ജങ്ക് ഫുഡ് പരസ്യങ്ങൾ അത് നിയന്ത്രിക്കണം. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും നടപടികൾ വേണം. ചുരുക്കത്തിൽ നിയമപരമായ ഒരു ചട്ടക്കൂടില്ലെങ്കിൽ ഈ ബോധവൽക്കരണം വെറും പ്രതീകാത്മകമായി പോകുമെന്നാണ് ലേഖനം വാദിക്കുന്നത്. വളരെ വ്യക്തമായി. അപ്പോ ബോധവൽക്കരണം നല്ലതാണെങ്കിലും നിയമപരമായ നടപടികൾ, പ്രത്യേകിച്ച് FOPL, ടാക്സ് പോലുള്ളവ വേഗത്തിലാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ കണ്ടത്. അതെ. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ചോദ്യം തരാം. സർക്കാരിൽ നിന്ന് ഇത്തരം നിയമ നടപടികൾ വേഗത്തിലാക്കാൻ സാധാരണക്കാരായ നമുക്ക്, പൊതുജനങ്ങൾക്ക് എങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താൻ പറ്റും? അതോടൊപ്പം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിയും? നല്ല ചോദ്യം. ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് പോക്സോ നിയമത്തെക്കുറിച്ചും പിന്നെ കൗമാരക്കാർക്കിടയിലെ ഈ പ്രണയബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതെ. ഒരു പ്രധാനപ്പെട്ട വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് നോക്കുന്നത്. പിന്നെ UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഇത് എന്താ പറയാ, സാമൂഹിക പ്രശ്നങ്ങൾ, നിയമം, ഭരണഘടന, അങ്ങനെ പല ഏരിയകളിലും ഇത് വരും. ശരിയാണ്. പ്രിലിംസിന് മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ലേഖനം ഒരു പ്രത്യേക സുപ്രീം കോടതി വിധിയെപ്പറ്റിയാണ് പറയുന്നതെങ്കിലും അതൊരു വലിയ വിഷയത്തിലേക്കാണ്, ഒരു ചർച്ചയിലേക്കാണ് വഴി തുറക്കുന്നത്, അല്ലേ? എന്താണ് ഇതിന്റെ ഒരു കാതൽ? തീർച്ചയായും. സംഭവം എന്താന്ന് വെച്ചാൽ, ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയുമായി ഒരു 25 വയസ്സുകാരനും ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പോക്സോ നിയമം വെച്ച് അദ്ദേഹത്തിന് 20 വർഷം തടവ് വിധിച്ചു. 20 വർഷം. അതെ. പക്ഷേ സുപ്രീം കോടതി എന്തു ചെയ്തു? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142, അതായത് സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനുള്ള ഒരു പ്രത്യേക അധികാരം, അതുപയോഗിച്ച് ഈ ശിക്ഷ റദ്ദാക്കി. ആർട്ടിക്കിൾ 142. അതെ. കാരണം കോടതി കണ്ടത് ഈ യുവാവിനെ ജയിലിലിടുന്നത് ശരിക്കും ആ പെൺകുട്ടിക്കും, പിന്നെ അവർക്കൊരു കുട്ടിയുണ്ട്, അവർക്കും കൂടുതൽ ദുരിതമാവുമെന്നാണ്. ഓക്കെ, ഒരു മാനുഷിക പരിഗണന. അതേസമയം ഇതിലൊരു വലിയ കാര്യമുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. പല പഠനങ്ങളും പറയുന്നത്, അതുപോലെ ഹൈക്കോടതികളും നിരീക്ഷിച്ചിട്ടുള്ളത്, ഈ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനുണ്ടാക്കിയ നിയമം പോക്സോ. അതെ, പോക്സോ. ചില സാഹചര്യങ്ങളിൽ ഈ കൗമാരക്കാർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അതിനെപ്പോലും ഒരു ക്രിമിനൽ കുറ്റമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. നിയമത്തിന്റെ ലക്ഷ്യം ചൂഷണം തടയലാണ്, അല്ലാതെ ഈ പ്രണയബന്ധങ്ങളെ ശിക്ഷിക്കലല്ല എന്ന് കോടതികൾ തന്നെ പറയുന്നുണ്ട്. അതെ, അത് ശരിക്കും ഒരു ധർമ്മസങ്കടം തന്നെയാണല്ലോ. അതായത് സംരക്ഷിക്കാനുണ്ടാക്കിയ നിയമം ചിലപ്പോൾ പ്രതികൂല ഫലമുണ്ടാക്കുന്നു. അതെ, നിങ്ങൾ ആർട്ടിക്കിൾ 142 പറഞ്ഞല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭരണഘടന കോടതിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക അധികാരം, നീതി ഉറപ്പാക്കാൻ വേണ്ടി സാധാരണ നിയമ നടപടിയിൽ നിന്ന് മാറാൻ പോലും പറ്റും. GS പേപ്പർ 2-ലൊക്കെ ഇത്. അതെ, നീതിന്യായ വ്യവസ്ഥ പഠിക്കുമ്പോൾ വളരെ പ്രധാനമാണ്. അന്താരാഷ്ട്ര തലത്തിലും ഇതിന് സമാനമായ ചിന്തകളുണ്ടോ? അതോ ഇന്ത്യയിൽ മാത്രമുള്ള പ്രശ്നമാണോ ഇത്? ഇല്ലില്ല, അന്താരാഷ്ട്ര തലത്തിലും ഈ ചർച്ചയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായപൂർത്തിയാകാത്തവർക്കിടയിൽ പരസ്പര സമ്മതത്തോടെയുള്ള എന്നാൽ ചൂഷണമല്ലാത്ത ലൈംഗിക പ്രവർത്തനങ്ങൾ, അതിനെ ക്രിമിനൽ കുറ്റമാക്കുന്നതിൽ നിന്ന് രാജ്യങ്ങൾ വിട്ടുനിൽക്കണമെന്നാണ് അവരുടെ ഒരു ശുപാർശ. അത് ശ്രദ്ധേയമാണ്. പിന്നെ പ്രിലിംസിനു വേണ്ടി ഓർത്തുവെക്കാവുന്ന ചില പ്രധാന ആശയങ്ങൾ. ഒന്ന്, ഈ പോക്സോ നിയമം 2012. 18 വയസ്സിൽ താഴെയുള്ളവരെ കുട്ടികളായിട്ടാണ് കാണുന്നത്. അവരുടെ സമ്മതം ലൈംഗിക കാര്യങ്ങളിൽ അത് നിയമപരമായിട്ട് അസാധുവാണ്. പിന്നെ ആർട്ടിക്കിൾ 142 നമ്മൾ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെ ആ പ്രത്യേക അധികാരം. മൂന്നാമത്തേത്, സമ്മതത്തിനുള്ള പ്രായം, ഏജ് ഓഫ് കൺസെന്റ്. ഇന്ത്യയിൽ പോക്സോ പ്രകാരം അത് 18 വയസ്സാണ്.
ശരി. അപ്പോൾ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? കാരണം ഈ സമ്മതം അതിനെ പ്രായം മാത്രം വെച്ച് നിർവചിക്കുമ്പോൾ കൗമാരപ്രണയങ്ങൾ, ചിലപ്പോൾ ഈ ഒളിച്ചോട്ടം അതൊക്കെ ശൈശവ വിവാഹം ഒഴിവാക്കാനായിരിക്കാം. അതെ അതെ, ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഇത് ചേരാതെ വരുന്നുണ്ടോ? കൃത്യമാണ്. അതാണിതിലെ പ്രധാന പ്രശ്നം. പോക്സോ നിയമത്തിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്നു, കർശനമായ ശിക്ഷയെ ഉറപ്പാക്കുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ മറുവശത്ത് ഈ കൗമാര പ്രണയങ്ങളെ ക്രിമിനൽവൽക്കരിക്കുന്നത് കുട്ടികൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, ഏജൻസി. അതിനെ ചിലപ്പോൾ പരിഗണിക്കാതെ പോകുന്നത് ചില സാഹചര്യങ്ങളിൽ ഈ ഇര എന്ന് നമ്മൾ പറയുന്ന കുട്ടിയെ തന്നെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്, ഇതൊക്കെ അതിൻ്റെ ഒരു മറുവശമാണ്. ശരിയാണ്. ഇത് നമുക്ക് GS പേപ്പർ 1-ൽ സാമൂഹിക പ്രശ്നങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ GS പേപ്പർ 2-ൽ ഈ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം, നിയമങ്ങളുടെ പ്രയോഗം, ഇതിലൊക്കെ കണക്ട് ചെയ്ത് വിശകലനം ചെയ്യാം. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഇതിന് ലളിതമായ പരിഹാരങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. എന്നാലും എന്തെങ്കിലും ഒരു മുന്നോട്ടുള്ള വഴി, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ലേഖനത്തിലോ മറ്റോ പറയുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ചില കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. ഒന്ന്, നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനെക്കുറിച്ച്. ഓക്കെ. ഉദാഹരണത്തിന്, ഒരു 16-നും 18-നും ഇടയിൽ പ്രായമുള്ളവർ, അവർക്കിടയിൽ സമ്മതത്തോടെ ഒരു ബന്ധമുണ്ടെങ്കിൽ, പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ, ചിലപ്പോൾ ചെറിയ ഇളവുകൾ കൊടുക്കാമോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ശിക്ഷ എന്നതിനേക്കാൾ കൂടുതൽ പുനരധിവാസം, കൗൺസിലിംഗ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ പ്രധാനമാണ് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത്. പിന്നെ ഈ ശൈശവ വിവാഹത്തിലേക്കും മറ്റ് ചൂഷണങ്ങളിലേക്കും നയിക്കുന്ന അടിസ്ഥാന കാരണങ്ങളുണ്ടല്ലോ, ദാരിദ്ര്യം, അസമത്വം. ശരിയാണ്. അതിനെ നേരിടുക, ഇതൊക്കെ പരിഹാരത്തിന്റെ ഭാഗമാണ്. അപ്പോ ശരി, കുട്ടികളുടെ സംരക്ഷണം എന്നുള്ള പ്രധാന ലക്ഷ്യം അത് വിട്ടുവീഴ്ചയില്ലാതെ നിലനിർത്തണം. അതേസമയം കൗമാരക്കാരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ നിയമം എങ്ങനെ കൂടുതൽ വിവേകത്തോടെ സമീപിക്കണമെന്നതാണ് ഒരു പ്രധാന ചോദ്യം. അതെ, ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഒരു ചോദ്യം ഇതാണ്: സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു നിയമം, ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും, ആ സംരക്ഷണം ആർക്കാണോ ഏറ്റവും കൂടുതൽ വേണ്ടത് അവരെ തന്നെ കൂടുതൽ ദുർബലരാക്കുന്നുണ്ടോ, അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? ഇതൊരു നിയമമുണ്ടാക്കുന്നവരും സമൂഹവുമൊക്കെ ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വിഷയം തന്നെ. കുട്ടികളുടെ സുരക്ഷയും കൗമാരക്കാരുടെ അവകാശങ്ങളും തമ്മിലുള്ള ഈയൊരു സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈയൊരു ചർച്ച ഇവിടെ നിർത്താം. ശരി. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ബഹുമുഖ സഹകരണത്തിനപ്പുറം പുതിയ ലോകക്രമത്തിൽ എന്ന വിഷയമാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനം, അല്ലേ? നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതായത് UN, ബ്രിക്സ്, ഗ്ലോബൽ സൗത്ത്, ആസിയാൻ പോലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ ആത്മനിർഭർ ഭാരത്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സുരക്ഷ, ഇതിലൊക്കെ ഇത് വരും. ശരി. മെയിൻസിലോ? മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2, ഈ ഉഭയകക്ഷി പ്രാദേശിക ആഗോള കൂട്ടായ്മകൾ, ഇന്ത്യയുടെ വിദേശനയം, അയൽരാജ്യങ്ങൾ, അതുപോലെ GS പേപ്പർ 3-ൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, വളർച്ച, സാങ്കേതിക വിദ്യയുടെ തദ്ദേശീയവൽക്കരണം, ഇതിനൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഈ വിശകലനത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ലോകക്രമം മാറുന്നു, അമേരിക്കൻ നയങ്ങൾ, ഇതൊക്കെയാണോ കാരണം? അതെ, ശരിക്കും പറഞ്ഞാല് ആഗോളക്രമത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ കാലത്തൊക്കെ അമേരിക്ക എടുത്ത ചില നിലപാടുകൾ ഇതിന് വേഗത കൂട്ടി. അതോടെ ഐക്യരാഷ്ട്രസഭ പോലുള്ള ബഹുമുഖ വേദികൾക്ക്, അതായത് മൾട്ടിലാറ്ററലിസത്തിന് പണ്ടത്തെ അത്ര പ്രസക്തി ഇല്ല എന്നും പകരം ഉഭയകക്ഷി കരാറുകൾക്ക് പ്രാധാന്യം കൂടുന്നു എന്നാണോ? അതെ, ബൈലാറ്ററൽ ഡീൽസ്, അതിനാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ദേശീയ അഭിവൃദ്ധിയിലും പിന്നെ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന വികസിത രാജ്യങ്ങളില്ലേ, അവരുമായുള്ള സഹകരണത്തിലുമാണെന്നാണ് ഈ ലേഖനം പറയുന്നത്. സൗത്ത് സൗത്ത് കോഓപ്പറേഷൻ. അപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം
അതായത് സ്ട്രാറ്റജിക് ഓട്ടോണമി കൂടുതൽ വ്യക്തമാക്കണമെന്നാണോ ഇതിൽ പറയുന്നത്? അതെ, അത് കൃത്യമായി നിർവചിക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ താൽപ്പര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കണം. പിന്നെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ ഊന്നി പുതിയ ചിന്തകൾക്കും സഹകരണത്തിനും പടിഞ്ഞാറിനെ മാത്രം നോക്കാതെ. കിഴക്കോട്ട് നോക്കണം എന്നാണോ? ആസിയാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക്? അതെ, കിഴക്കോട്ട് നോക്കണം. ആസിയാൻ രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിക്കണം. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ തോതിലുള്ള നിക്ഷേപം വേണം. പിന്നെ ഈ 4ാം വ്യാവസായിക വിപ്ലവം, 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിൽ ജെൻ AI പോലുള്ള പുതിയ ടെക്നോളജികളിൽ ഇന്ത്യക്ക് നല്ല സാധ്യതയുണ്ട്. പേറ്റന്റുകളിലൊക്കെ നമ്മൾ മുന്നിലാണ്. പ്രതിരോധ രംഗത്തും മാറ്റങ്ങൾ വേണമെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ട്. നമ്മുടെ പാരമ്പരാഗത രീതികൾ, അതായത് കരസേനയെ കൂടുതൽ ആശ്രയിക്കുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്, അതൊക്കെ കുറച്ച് സംയോജിത വ്യോമ പ്രതിരോധം, മിസൈൽ സാങ്കേതികവിദ്യ, ഡ്രോണുകൾ, ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. ചൈനയുമായും പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളോ? അവിടെ ഒരു സൈനികേതര പരിഹാരം തേടണം എന്നാണ് പറയുന്നത്. വിശ്വാസം വളർത്തുക, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക, സിന്ധു നദീജല കരാർ പോലുള്ള വിഷയങ്ങളിലടക്കം. പിന്നെ 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഈ ഗ്ലോബൽ സൗത്ത് സഹകരണം ശക്തിപ്പെടുത്താൻ നല്ലൊരു അവസരമായി ഉപയോഗിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിലിംസിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇതിലെ ചില പ്രധാന ആശയങ്ങൾ, കോർ കൺസെപ്റ്റ്സ് ഒന്ന് പറയാമോ? തീർച്ചയായും, ചുരുക്കി പറയാം. 1. ബഹുമുഖ സഹകരണം, മൾട്ടിലാറ്ററലിസം. പല രാജ്യങ്ങൾ ഒരുമിച്ച് നിയമങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കി സഹകരിക്കുന്നത്. പിന്നെ ഏകപക്ഷീയത, യൂണിലാറ്ററലിസം, സ്വന്തം കാര്യം മാത്രം നോക്കുന്നത്. അതിന്റെ എതിർവശം പോലെ ദ്വികക്ഷി സഹകരണം, ബൈലാറ്ററലിസം, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലുകൾ. പിന്നെ ഗ്ലോബൽ സൗത്ത്, അതായത് വികസ്വര അവികസിത രാജ്യങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ. ഇവരുടെ പരസ്പര സഹകരണമാണ് സൗത്ത് സൗത്ത് സഹകരണം. തന്ത്രപരമായ സ്വയംഭരണാവകാശം, പുറത്തുനിന്നുള്ള സമ്മർദ്ദമില്ലാതെ സ്വന്തം വിദേശ സുരക്ഷാ നയങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ്. അവസാനം 4ാം വ്യാവസായിക വിപ്ലവം, AI, റോബോട്ടിക്സ്, IoT ഒക്കെ വരുന്ന പുതിയ കാലം. ഓക്കെ, മനസ്സിലായി. ഇനി മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടില് ഈ വിശകലനത്തെ എങ്ങനെ സമീപിക്കാം? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? ഇത് GS പേപ്പർ 2ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയുടെ മാറുന്ന വിദേശ ആഭ്യന്തര നയങ്ങൾക്ക് ഇതൊരു പുതിയ ദിശാബോധം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ ആന്തരിക ശക്തി, ജനസംഖ്യ, സാങ്കേതികവിദ്യ, തദ്ദേശീയ പ്രതിരോധം, ഇതൊക്കെ ഉപയോഗിച്ച് ഒരു പുതിയ ഗ്ലോബൽ സൗത്തിന് നേതൃത്വം കൊടുക്കണം എന്നൊരു വാദമാണ് മുന്നോട്ടുവെക്കുന്നത്. അതിന്റെ ഗുണങ്ങളായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇത് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനമാണ്. ദേശീയ താൽപ്പര്യത്തിന് മുൻഗണന നൽകുന്നു. ഗ്ലോബൽ സൗത്തിൽ നമുക്കൊരു നേതൃത്വസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. ആത്മനിർഭർ ഭാരതത്തിന് ഊന്നൽ നൽകുന്നു. പുറമേയുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം. ഇതൊക്കെയാണ് ഗുണങ്ങൾ. പക്ഷേ ഇതിന് വെല്ലുവിളികളും ഉണ്ടാവുമല്ലോ. ഈ ബഹുമുഖ സഹകരണം പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് ചില ചോദ്യങ്ങൾ വരുന്നത്. ബഹുമുഖ സഹകരണം തീർത്തുമില്ലാതായി എന്ന് പറയുന്നത് ഒരു പക്ഷേ കുറച്ച് അതിശയോക്തിയാവാം. കാരണം കാലാവസ്ഥാ വ്യതിയാനം, പകർച്ചവ്യാധികൾ പോലുള്ള ആഗോള പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും അത്തരം കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമായി വരും. ശരിയാണ്. UN പോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പൂർണ്ണമായി അവഗണിച്ചാൽ ചിലപ്പോൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ സാമ്പത്തികമായി നോക്കിയാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് പ്രായോഗികമാണോ എന്നതും ഒരു ചോദ്യമാണ്. അതിർത്തി പ്രശ്നങ്ങൾ അത്ര പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒന്നല്ല. അപ്പോൾ ഇതിനെല്ലായിടയിൽ ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു സമതുലിതമായ സമീപനം എന്തായിരിക്കും? നല്ല ചോദ്യം. ഒരുപക്ഷെ ഈ ബഹുമുഖ സഹകരണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനു പകരം അതിനെ ഇന്ത്യയുടെയും ഗ്ലോബൽ സൗത്തിന്റെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിക്കാം. അതാണ് റിഫോംഡ് മൾട്ടിലാറ്ററലിസം എന്ന ആശയം. നമ്മുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ പ്രധാന ശക്തികളുമായും ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക. മൾട്ടി അലൈൻമെന്റ് എന്ന് പറയാം. പക്ഷെ ഏറ്റവും പ്രധാനം, ഈ ലേഖനം ഊന്നിപ്പറയുന്നതുപോലെ നമ്മുടെ ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ,
സാങ്കേതികവിദ്യ, പ്രതിരോധം ഇതിലൊക്കെ നമ്മൾ ശക്തരാവണം. അതോടൊപ്പം അയൽക്കാരുമായുള്ള നല്ല ബന്ധത്തിനും നെയ്ബർഹുഡ് ഫസ്റ്റ് മുൻഗണന കൊടുക്കണം. തീർച്ചയായും. അപ്പോൾ ഈ വിശകലനം ഇന്ത്യയുടെ മുന്നിലുള്ള പുതിയ വഴികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് സാമൂഹിക വനപരിപാലനം, അതായത് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് മാനേജ്മെന്റ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളെക്കുറിച്ചാണ്. വനാവകാശവും വനപരിപാലന സംഘർഷവും എന്നൊരു ലേഖനം വന്നിരുന്നു. അതാണ് നമ്മളിന്ന് പ്രധാനമായും നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഈ വനാവകാശ നിയമം, FRA, പിന്നെ ഗ്രാമസഭകൾക്ക് ഇതിലുള്ള പങ്ക്, വനം വകുപ്പുമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ തർക്കങ്ങൾ വരുന്നത്, ഇതൊക്കെയൊന്ന് മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. പ്രിലിംസിന് നോക്കുമ്പോൾ ഇന്ത്യൻ പോളിറ്റി ഗവേണൻസ് ഭാഗത്ത് FRA 2006, ഗ്രാമസഭ, മോട്ട ഒക്കെ വരും. പരിസ്ഥിതി ഭാഗത്തും വനപരിപാലനവും വരും. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2-ൽ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ, നിയമങ്ങൾ, അധികാര വികേന്ദ്രീകരണം ഇതിലൊക്കെ പെടുത്താം. GS പേപ്പർ 3-ൽ സംരക്ഷണം, ഭൂപരിഷ്കരണം എന്നിവയിലും ഇത് വരും. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്നാണ് സത്യത്തിൽ ഈ തർക്കങ്ങളുടെ ഒരു കാതൽ? അതായത് ഈ വനാവകാശ നിയമം 2006 ഗ്രാമസഭകൾക്ക് CFR, അതായത് സാമൂഹിക വനവിഭവ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അവരുടെ പരമ്പരാഗത വനങ്ങൾ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം. പക്ഷെ ഇത് നടപ്പാക്കുന്നിടത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടല്ലേ? എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത്? ശരിയാണ്. ഇവിടെ അടിസ്ഥാനപരമായി രണ്ട് കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ളൊരു സംഘർഷമാണ് നടക്കുന്നതെന്ന് പറയാം. ഒന്ന് നമ്മുടെ വനം വകുപ്പ്. അവരിപ്പോഴും ഒരു പരിധിവരെ ആ പഴയ കൊളോണിയൽ കാലത്തെ ശാസ്ത്രീയ വനപരിപാലനമെന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്താ? തടി ഉൽപ്പാദനം കൂട്ടുക, കൂടുതൽ തടി വെട്ടുക, വിൽക്കുക. എന്നാൽ വനാവകാശ നിയമം പറയുന്നത് അതല്ല. അത് പറയുന്നത് ഗ്രാമസഭകൾ, അവിടുത്തെ ആളുകൾ, അവർ തയ്യാറാക്കുന്ന പ്ലാനുകൾക്കനുസരിച്ച് അവരുടെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഉപജീവന മാർഗ്ഗങ്ങൾക്കും മുൻഗണന നൽകി വേണം വനം നോക്കാനെന്നാണ്. അപ്പോൾ ഈ രണ്ട് രീതികളും തമ്മിലാണ് ഉരസൽ. ഓഹോ, അപ്പോൾ ഇതൊരു വെറും നയത്തിന്റെ പ്രശ്നമല്ല, ഒരു അധികാരത്തിന് തർക്കം കൂടിയാണെന്ന് തോന്നുന്നു. ഈ അടുത്ത് ഛത്തീസ്ഗഡിൽ വനം വകുപ്പ് തന്നെ CFR നടപ്പാക്കാനുള്ള നോഡൽ ഏജൻസിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് ഇതിന്റെ ഭാഗമായിരുന്നോ? തീർച്ചയായും. അതൊരു നല്ല ഉദാഹരണമാണ്. അത് നിയമപരമായി ശരിയല്ലാത്തതുകൊണ്ട് അവർക്ക് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു എന്നത് വേറെ കാര്യം. പക്ഷേ അത് അവരുടെ ഒരു മനോഭാവം കാണിക്കുന്നുണ്ട്. അതായത് ഈ അധികാരം വിട്ടുകൊടുക്കാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നൊരു സൂചന. CFR അപേക്ഷകൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു, ചിലപ്പോൾ നിഷേധിക്കുന്നു, ഗ്രാമസഭകൾക്ക് കിട്ടേണ്ട ഫണ്ട് തടയുന്നു എന്നൊക്കെയുള്ള പരാതികളുണ്ട്. പിന്നെ ഈ നാട്ടുകാർക്ക് ഇതൊക്കെ നോക്കി നടത്താൻ എന്ത് കഴിവാണുള്ളത് എന്നൊരു ചോദ്യം പോലും അവർ ഉയർത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പോരാത്തതിനെ ഈ നിയമം നടപ്പാക്കാൻ മേൽനോട്ടം വഹിക്കേണ്ട കേന്ദ്ര ആദിവാസികാര്യ മന്ത്രാലയം, അതായത് മോട്ട, അവരുടെ ഭാഗത്തു നിന്നുള്ള ചില നിലപാടുകളിലെ അവ്യക്തതയും ഈ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിലിംസിനു വേണ്ടി ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, FRA 2006, വനവാസികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന നിയമം. പിന്നെ ഗ്രാമസഭ, വനാവകാശങ്ങൾ തീരുമാനിക്കാനും വനം മാനേജ് ചെയ്യാനും അധികാരമുള്ള പ്രാദേശിക ബോഡി. പിന്നെ CFR. ഇത് FRA സെക്ഷൻ 3(1)(i) പ്രകാരം ഗ്രാമസഭയ്ക്ക് കിട്ടുന്ന വനവിഭവങ്ങൾ സംരക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അവകാശമാണ്. പിന്നെ ശാസ്ത്രീയ വനപരിപാലനം. അത് പഴയ തടിക്ക് പ്രാധാന്യം നൽകുന്ന കൊളോണിയൽ രീതി. അവസാനം മോട്ട, അതായത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, FRA നടപ്പാക്കുന്ന നോഡൽ ഏജൻസി. ശരിയാണ്. അപ്പം മെയിൻസിന്റെ ഒരു വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഇത് വെറും വനപരിപാലനത്തിൽ ഒതുങ്ങുന്നില്ല അല്ലേ? കുറച്ചുകൂടി വലിയ വിഷയങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും. ഇത് ഭരണപരമായൊരു തർക്കമാണ്, ഗവേണൻസിന്റെ വിഷയമാണ്. ഒരു ഭാഗത്ത് കൊളോണിയൽ കാലത്ത് നിന്ന് കിട്ടിയ ഒരു കേന്ദ്രീകൃത ഉദ്യോഗസ്ഥ സംവിധാനം, അതായത് വനം വകുപ്പ്. മറുഭാഗത്ത് വനാവകാശ നിയമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികേന്ദ്രീകൃത, കൂടുതൽ ജനാധിപത്യപരമായ കാഴ്ചപ്പാട്, ഗ്രാമസഭകൾക്ക് അധികാരം നൽകുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണിവിടെ നടക്കുന്നത്. വനം വകുപ്പിന്റെ വാദങ്ങളെന്തൊക്കെയാ? ഞങ്ങൾക്ക് ശാസ്ത്രീയ വൈദഗ്ധ്യമുണ്ട്, ഗ്രാമസഭകൾക്കതില്ല, അവർക്ക് വിട്ടുകൊടുത്താൽ വനസംരക്ഷണം അപകടത്തിലാകും.
പിന്നെ രാജ്യത്ത് മൊത്തം ഒരേപോലത്തെ നിയമങ്ങൾ വേണം, നാഷണൽ വർക്കിംഗ് പ്ലാൻ കോഡൊക്കെ വേണമെന്നൊക്കെ അവർ പറയും. പക്ഷെ FRIയുടെ ഭാഗത്തുനിന്നുള്ള കാഴ്ചപ്പാടെന്താ? ഇത് ചരിത്രപരമായൊരു അനീതി തിരുത്താനുള്ള ശ്രമമാണ്. ഉപജീവനമാർഗങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ ചുറ്റുമുള്ള വനങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്, ഇത് ജനാധിപത്യ വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുമെന്നതൊക്കെയാണ് അവരുടെ വാദങ്ങൾ. അപ്പോൾ ഇത് വെറും മരങ്ങളെക്കുറിച്ചല്ല, അധികാരം, നീതി, ഇതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് കാണാൻ കഴിയുക? ഈ രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് പോകാൻ പറ്റുമോ? പരിഹാരം സഹകരണത്തിൽ തന്നെയാണ്, പക്ഷേ അതിന് ചില മാറ്റങ്ങൾ വരണം. വനം വകുപ്പ് ഇപ്പോഴുള്ള ആ ഒരു നിയന്ത്രിക്കുന്ന റോളിൽ നിന്ന് മാറണം. പകരം ഗ്രാമസഭകളെ സഹായിക്കുന്ന, സാങ്കേതിക ഉപദേശം കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ റോൾ ഏറ്റെടുക്കണം. പിന്നെ മോട്ട, അതായത് ആദിവാസി കാര്യം മന്ത്രാലയം കുറച്ചുകൂടി ശക്തമായ, വ്യക്തമായ നിലപാടെടുക്കണം. ഗ്രാമസഭകളുടെ അധികാരം ഉറപ്പുവരുത്തണം. ഗ്രാമസഭകൾക്ക് നല്ല മാനേജ്മെന്റ് പ്ലാനുകൾ ഉണ്ടാക്കാനും അത് നടപ്പാക്കാനും വേണ്ട പരിശീലനം, ഫണ്ട് ഇതൊക്കെ കൊടുക്കണം. ഏറ്റവും പ്രധാനം, ഗ്രാമസഭയുണ്ടാക്കുന്ന പ്ലാൻ വനം വകുപ്പിന്റെ വർക്കിംഗ് പ്ലാനിന്റെ കീഴിൽ വരുന്ന ഒന്നായി കാണരുത്. മറിച്ച് രണ്ടും സംയോജിപ്പിക്കുകയാണ് വേണ്ടത്. CFRR അംഗീകരിച്ച് കിട്ടിയ സ്ഥലങ്ങളിൽ എന്തായാലും ഗ്രാമസഭയുടെ പ്ലാനിന് തന്നെയായിരിക്കണം മുൻഗണന. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ വനാവകാശ നിയമം നല്ലൊരു കാൽവെപ്പാണെങ്കിൽ പോലും അതിന്റെ വിജയം ഇപ്പോഴുള്ള ഭരണ സംവിധാനങ്ങളുടെ, വിശേഷിച്ച് വനം വകുപ്പിന്റെയൊക്കെ മനോഭാവത്തിലും പ്രവർത്തന രീതിയിലും ഒരു മാറ്റം വരുന്നതിനെ ആശ്രയിച്ചിരിക്കും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതെ, നിയമം മാത്രം പോരല്ലോ, അത് നടപ്പാക്കാൻ ഒരു ഇച്ഛാശക്തിയും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും കൂടി വേണം. ശരി. അപ്പോ ഈ നിയമം വിഭാവനം ചെയ്യുന്ന ആ യഥാർത്ഥ അധികാര വികേന്ദ്രീകരണം, അത് കാലങ്ങളായി നിലനിൽക്കുന്ന ഈ ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങളെയൊക്കെ മറികടന്ന് എത്രത്തോളം യാഥാർത്ഥ്യമാവും? ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തായാലും അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ആഗോള ഷിപ്പിംഗ് മേഖലയിലെ അതെങ്ങനെ കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കാം, അതായത് ഡീകാർബണൈസ് ചെയ്യാമെന്നതും. ശരിയാണ്. പിന്നെ ഈ മാറ്റം വരുമ്പോൾ ഹരിത ഇന്ധന രംഗത്ത് ഇന്ത്യയ്ക്ക് എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്നതും. നിങ്ങൾ തന്ന ഈ ലേഖനം UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ കരുത്തിലേക്ക് കടക്കാമല്ലേ? തീർച്ചയായും. ഇത് നിങ്ങളുടെ UPSC പഠനത്തിൽ പലയിടത്തും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ. പ്രിലിംസ് നോക്കിയാൽ പരിസ്ഥിതി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ എക്കണോമി, ഗവൺമെന്റ് സ്കീംസ്, ഇതിലൊക്കെ ചോദ്യം വരാം. ശരി ശരി. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 3 ഉണ്ടല്ലോ, അതിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പോർട്സ്, ഷിപ്പിംഗ്, പിന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ, പരിസ്ഥിതി സംരക്ഷണം, ഇതിനൊക്കെ നല്ല ബന്ധമുണ്ട്. മനസ്സിലായി. ലോകം മൊത്തം, പ്രത്യേകിച്ച് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി, ഒരു 2040-50 ആവുമ്പോഴേക്കും ഫോസിൽ ഫ്യൂവൽ നിർത്തിയിട്ട് ഗ്രീൻ ഫ്യൂവലിലേക്ക് മാറാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യതയാണ് മുന്നിലുള്ളത്. അതെ അതെ. ഈ ലേഖനത്തിലെ പ്രധാന പോയിന്റും അതുതന്നെ. അതായത് ഈ കപ്പലുകളൊക്കെ പെട്രോളിയം ബേസ്ഡ് ഇന്ധനം നിർത്തിയിട്ട് ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ അങ്ങനെയുള്ള ഹരിത ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഇതിന്റെയൊക്കെ ബേസ് എന്താണെന്നറിയോ? ഗ്രീൻ ഹൈഡ്രജൻ. അതെ, ഗ്രീൻ ഹൈഡ്രജൻ. അപ്പൊ ഈ കാറ്റാടി, സോളാർ പോലെയുള്ള റിന്യൂവബിൾ എനർജി വെച്ചിട്ട് വെള്ളത്തെ ഇലക്ട്രോളിസിസ് ചെയ്യില്ലേ, അതുവഴി ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ. ശരിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, എന്താണ്? ഈ ഗ്രീൻ മെത്തനോളിന് ഇന്നത്തെ കപ്പൽ ഇന്ധനമില്ലേ, VLSFO, അതായത് വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ, സൾഫർ കുറഞ്ഞത്. അതെ, അതിന്റെ ഏതാണ്ട് 3 ഇരട്ടിയിൽ കൂടുതൽ വില വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഓഹോ, അത് വലിയ വെല്ലുവിളിയാണല്ലോ. അതെ, ഈ മാറ്റത്തിന്റെ വേഗതയെ അത് ബാധിക്കും. ഈ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ ചില വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം, അല്ലേ? പ്രിലിംസിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം, കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയാവുന്നത്. തീർച്ചയായും. ഒന്ന്, ഡീകാർബണൈസേഷൻ. അത് നമ്മൾ പറഞ്ഞു, കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുക. ശരി. പിന്നെ ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഇവയെല്ലാം ഈ റിന്യൂവബിൾ എനർജി വെച്ചുണ്ടാക്കുന്ന കാർബൺ പുറത്തുവിടാത്ത ഇന്ധനങ്ങളാണ്. ഓക്കേ. ബങ്കറിംഗ് എന്നൊരു വാക്ക്, അതായത് കപ്പലുകൾക്ക് ഫ്യൂവൽ അടിക്കുന്ന പരിപാടി. ബങ്കറിംഗ്. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് പറയുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി, സർക്കാർ കൊടുക്കുന്ന ഉറപ്പ്. പിന്നെ PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്,
അതായത് ഈ ഹരിത ഇന്ധനം കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് സർക്കാർ പൈസ കൊടുക്കും. ആ, പ്രോത്സാഹനം. അതുപോലെ CCUS, കാർബൺ ക്യാപ്ചർ, യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ്. പുറത്തുവരുന്ന കാർബണിനെ പിടിച്ചെടുത്ത് ഉപയോഗിക്കുകയോ സ്റ്റോർ ചെയ്യുകയോ ചെയ്യുന്ന ടെക്നോളജി. ഇതൊക്കെ ഓർത്തുവെക്കണം. അപ്പോൾ ഇന്ത്യയും ഈ വഴിക്ക് നീങ്ങുന്നുണ്ടല്ലേ? നമ്മുടെ തൂത്തുക്കുടി, കാണ്ട്ല പോലെയുള്ള പോർട്ടുകളിൽ ഗ്രീൻ ഫ്യൂവൽ ബങ്കറിംഗ് ഹബ്ബ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്, പ്ലാനുണ്ട്. സിംഗപ്പൂർ ആണ് ഇന്നത്തെ മെയിൻ ഫ്യൂവൽ ഹബ്ബ്. അതുപോലെ നാളെ ഒരു ഗ്രീൻ ഫ്യൂവൽ ഹബ്ബാകാൻ ഇന്ത്യക്ക് ശരിക്കും പറ്റില്ലേ? പറ്റും, സാധ്യതയുണ്ട്. അതിന് ഈ പറഞ്ഞ ഗവൺമെന്റ് ഗ്യാരണ്ടിയും PLI സ്കീമും ഒക്കെ നല്ല ബൂസ്റ്റ് കൊടുക്കും. ഇത് നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ്, കപ്പൽ നിർമ്മാണ മേഖലയ്ക്കും ഒരു ഉണർവ് നൽകുമല്ലോ. തീർച്ചയായും. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ആംഗിളിൽ നോക്കിയാലോ? പറയൂ. ഇന്ത്യക്കുള്ള അവസരങ്ങൾ, അതായത് പ്രോസ്, വളരെ വലുതാണ്. ഒന്ന്, ഊർജ്ജ സുരക്ഷ. ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വളം ഉണ്ടാക്കാൻ നമ്മൾ LNG ഒക്കെ ഇറക്കുമതി ചെയ്യുമല്ലേ? അതെ. പകരം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഗ്രീൻ അമോണിയ ഉപയോഗിക്കാം. ശരിയാണ്. 2, കയറ്റുമതി. സിംഗപ്പൂർ പോലുള്ള ഹബ്ബുകളിലേക്ക് നമുക്ക് ഈ ഗ്രീൻ ഫ്യൂവൽ കയറ്റി അയക്കാം. ഓക്കെ. 3, തൊഴിലവസരങ്ങൾ. ഇഷ്ടം പോലെ പുതിയ ജോലികൾ വരും. 4, നമ്മുടെ കപ്പൽ നിർമ്മാണശാലകൾക്ക് പുതിയ ഗ്രീൻ ഷിപ്പുകൾ ഉണ്ടാക്കി മുന്നോട്ട് വരാം. 5, ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തില് ലോകത്തിന് മുന്നിൽ ഇന്ത്യയ്ക്കൊരു ലീഡർഷിപ്പ് റോൾ എടുക്കാൻ ഇത് സഹായിക്കും. ഇതെല്ലാം ആത്മനിർഭർ ഭാരത്, നമ്മുടെ ക്ലൈമറ്റ് ടാർഗറ്റ്സ്, ഇതിനൊക്കെ ചേർന്ന കാര്യങ്ങളാണ്. ഈ അവസരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. എന്നാലും ഇതിന്റെ മറുവശം, അതായത് വെല്ലുവിളികൾ, കോൺസ്, അതും കാണണമല്ലോ. കാണണം, തീർച്ചയായും. ഏറ്റവും വലുത് തുടക്കത്തിലുള്ള ഭയങ്കര ചെലവ് തന്നെ. അതെ. പ്രത്യേകിച്ച് ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള ഇലക്ട്രോലൈസറുകൾ, അതിന്റെ ടെക്നോളജിക്ക് നമ്മൾ ഇപ്പോഴും പുറത്തു നിന്ന് ആശ്രയിക്കുകയാണ്. ശരിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ഫ്യൂവലിന്റെ ഇപ്പോഴത്തെ കൂടിയ വില സാധാരണക്കാർക്കും ഇൻഡസ്ട്രിക്കും അതൊരു പ്രശ്നമാണ്. കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം. ഒന്ന്, ഗവൺമെന്റിന്റെ നല്ല സ്ട്രോങ് പോളിസി സപ്പോർട്ട് വേണം. അത് വേണം. ഈ ഗ്യാരണ്ടികൾ, PLI, CCUS ഇൻസെന്റീവ്, ഇതൊക്കെ കൊടുത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കണം. ഓക്കെ. രണ്ടാമത്, നമ്മുടേതായ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, പ്രത്യേകിച്ച് ഇലക്ട്രോലൈസർ നിർമ്മാണത്തിൽ. തദ്ദേശീയമായിട്ട്. അതെ. മൂന്നാമത്, പൈസ കണ്ടെത്താൻ പുതിയ വഴികൾ നോക്കണം. ഇന്റർനാഷണൽ ഏജൻസികളിൽ നിന്നുള്ള കുറഞ്ഞ പലിശയ്ക്കുള്ള ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി. നാലാമത്, പ്രധാന പോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഗ്രീൻ ഫ്യൂവൽ ഹബ്ബുകൾ ഉണ്ടാക്കണം. പിന്നെ അവസാനമായിട്ട്, ഈ ഗ്രീൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന കപ്പലുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഗ്രീൻ ഷിപ്പ് ബിൽഡിംഗ്. വളരെ ക്ലിയറായി. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്ലോബൽ ഷിപ്പിംഗ് മാറുന്നത് ഇന്ത്യക്ക് വലിയൊരു വാതിലാണ് തുറന്നിടുന്നത്. പക്ഷേ ആ അവസരം മുതലാക്കണമെങ്കിൽ ഈ പറഞ്ഞ വെല്ലുവിളികൾ, അതിനെ നേരിടാൻ നല്ല പ്ലാനിംഗ്, സ്ട്രോങ് പോളിസി, ടെക്നോളജി, ഇതൊക്കെ വേണം. ഇവിടെയാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന ചിന്ത വരുന്നത്. എന്താണത്? ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക, സാങ്കേതിക നേട്ടങ്ങൾക്കപ്പുറം നമ്മുടെ കടലോരത്ത് താമസിക്കുന്ന സാധാരണ മനുഷ്യരില്ലേ, അവിടുത്തെ പരിസ്ഥിതി, അതിനെയൊക്കെ ഇതെങ്ങനെ ബാധിക്കും? അതൊരു പ്രധാന ചോദ്യമാണ്. ഇതിനെപ്പറ്റി നമ്മൾ ശരിക്കും ആലോചിക്കണ്ടേ? ആഴത്തിലുള്ള പഠനങ്ങൾ, മുൻകരുതലുകൾ, അതൊക്കെ വേണ്ടേ? ഇതൊരു തുടർച്ചയ്ക്ക് സാധ്യതയുള്ള കാര്യമാണ്. തീർച്ചയായും. ആ ഒരു ചിന്ത നമുക്കിവിടെ നിർത്താം. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഭാഷാപരമായ മതേതരത്വം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഭാഷാപരമായ മതേതരത്വം, ഇന്ത്യയുടെ ഐക്യത്തിന് കുലിച്ച് എന്നൊരു ലേഖനമാണ്. അതിലെ പ്രധാന കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. ഇന്ത്യയുടെ ആ ഒരു വൈവിധ്യത്തിൽ ഭാഷയുടെ സ്ഥാനം, പിന്നെ ഈ ഭാഷാപരമായ മതേതരത്വം എന്ന ആശയം, അതെങ്ങനെ രാജ്യത്തിന്റെ ഐക്യത്തിന് പ്രധാനമാവുന്നു, ഇതൊക്കെ നമുക്ക് നോക്കാം, അല്ലേ? തീർച്ചയായും. തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ UPSC പരീക്ഷ എഴുതുന്നവർക്ക് ഈ ടോപ്പിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഒന്ന് പറയാമോ? പറയാം. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, പിന്നെ നമ്മുടെ ഭരണഘടന, അതിലെ ആമുഖം, മതേതരത്വം, പിന്നെ മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 29, അതുപോലെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ 343, 8ാം ഷെഡ്യൂൾ, ഇതൊക്കെ വരും. ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്തും ഈ ഭാഷാ സംസ്ഥാന രൂപീകരണമൊക്കെ, അവിടെയും ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രിലിംസിന് നല്ല വെയിറ്റേജ് ഉണ്ട്. മെയിൻസിലോ?
മെയിൻസിലേക്ക് വരുമ്പോൾ പേപ്പർ 1 ഇന്ത്യൻ സമൂഹത്തിന്റെ സവിശേഷതകൾ, ഇന്ത്യയുടെ വൈവിധ്യം, പിന്നെ വർഗീയത, പ്രാദേശികവാദം, മതേതരത്വം ഈ ഭാഗങ്ങളിലൊക്കെ വരാം. അതുപോലെ പേപ്പർ 2 ഇന്ത്യൻ ഭരണഘടന, ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെയും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പേപ്പറിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരി. അപ്പോ ഭരണഘടനയുടെയും ഇന്ത്യൻ സമൂഹത്തിന്റെയും ഒക്കെ ഒരു കോർ ഏരിയയാണിത്. ഈ ലേഖനത്തിൽ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ലേഖനം പറയുന്നത് ഇന്ത്യൻ മതേതരത്വം എന്ന് വെച്ചാൽ അത് മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് ഭാഷയുടെ കാര്യത്തിലും ബാധകമാണ്. അതാണ് ഒരു പോയിന്റ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വ സങ്കല്പത്തിൽ നിന്ന് ഇത് കുറച്ചു വ്യത്യസ്തമാണ്. ഇവിടെ ഭരണകൂടം അത് മതത്തിന്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും ഒരു നിഷ്പക്ഷത പാലിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓഹോ, അതായത് മതേതരത്വം എന്ന വാക്കിന് ഇവിടെ കുറച്ചുകൂടി വിശാലമായ അർത്ഥം വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്. വേറെന്തെങ്കിലും ഉണ്ട്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇന്ത്യക്കൊരു ദേശീയ ഭാഷയില്ല എന്നതാണ്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ആർട്ടിക്കിൾ 343 അനുസരിച്ച് ഹിന്ദി ഒരു ഔദ്യോഗിക ഭാഷയാണ്, ശരിയാണ്. പക്ഷേ അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ ഔദ്യോഗിക ഭാഷ തെരഞ്ഞെടുക്കാനും അനുവാദമുണ്ട്. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ അതിൽ 22 ഭാഷകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുതന്നെ ഭാഷാ വൈവിധ്യത്തെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ 8ാം ഷെഡ്യൂൾ. അതെ. അതോടൊപ്പം ആർട്ടിക്കിൾ 29 ഓരോ പൗരനും സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം ഇതൊക്കെ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ഇതൊരു മൗലികാവകാശമാണ്. ലേഖനത്തിൽ മഹാരാഷ്ട്രയിൽ ഈയിടെയുണ്ടായ ചില അക്രമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഭാഷയുടെ പേരിലുള്ള ഈ ഐഡന്റിറ്റി രാഷ്ട്രീയം അത് ചിലപ്പോൾ ഉണ്ടാക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായി. അപ്പോ ഈ പറഞ്ഞ ചില പ്രധാന ആശയങ്ങൾ, അതായത് ഭാഷാപരമായ മതേതരത്വം, ഔദ്യോഗിക ഭാഷ, ദേശീയ ഭാഷ, 8ാം ഷെഡ്യൂൾ, ആർട്ടിക്കിൾ 29, 343, ഇതൊക്കെ പ്രിലിംസിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒന്നുകൂടി ലളിതമായിട്ട് പറയാമോ? പറയാം. ഭാഷാപരമായ മതേതരത്വം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, സ്റ്റേറ്റ് ഒരു പ്രത്യേക ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, എല്ലാ ഭാഷകളെയും ഒരുപോലെ കാണുന്നു, സംരക്ഷിക്കുന്നു. അതാണ് ആ നയം. ഓക്കേ. ഔദ്യോഗിക ഭാഷ അഥവാ ഒഫീഷ്യൽ ലാംഗ്വേജ്, അത് സർക്കാർ ആവശ്യങ്ങൾക്ക്, അഡ്മിനിസ്ട്രേഷനൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. യൂണിയൻ തലത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് പ്രധാനമായും. എന്നാൽ ദേശീയ ഭാഷ അഥവാ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു രാജ്യത്തിന്റെ പൊതുവായ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്ക് അങ്ങനെ ഔദ്യോഗികമായി ഒരു ദേശീയ ഭാഷയില്ല, അത് പ്രത്യേകം ഓർക്കണം. ശരി. 8ാം ഷെഡ്യൂള് നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ ഒരു ലിസ്റ്റാണ്. ഇപ്പോൾ 22 എണ്ണം. ആർട്ടിക്കിൾ 29 ഭാഷാപരമായ കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ള മൗലികാവകാശം തരുന്നു. ആർട്ടിക്കിൾ 343 ഹിന്ദിയെ യൂണിയന്റെ ഔദ്യോഗിക ഭാഷയായി പറയുന്നു. ഇംഗ്ലീഷ് തുടരാനും വ്യവസ്ഥയുണ്ട്. വളരെ വ്യക്തമായി. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാം. ഈ ഭാഷാപരമായ ഐഡന്റിറ്റി രാഷ്ട്രീയമുയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ലേഖനം ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അതെ, അതാണ് കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയം. ലേഖനം സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം മതേതരത്വം എന്ന ഒരു തത്വം, അതിനെ ഭാഷയുമായി ബന്ധിപ്പിക്കുന്നതില്ല. ഇന്ത്യയിൽ ഭാഷ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് ഭാഷയെ ഉപയോഗിക്കാറുണ്ട്. ഇത് ഐഡന്റിറ്റി പൊളിറ്റിക്സിന് വളം വയ്ക്കും. ചിലപ്പോഴൊക്കെ ഇത് നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലെ സംഭവങ്ങൾ പോലെ സംഘർഷങ്ങൾക്ക് വരെ കാരണമായേക്കാം. ശരിയാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഷാ നയത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ വൈവിധ്യം ഒരു പരിധിവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചത് അത് ഒരു തരത്തിൽ വിഘടനവാദത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിച്ചു. പിന്നെ ഈ 8ാം ഷെഡ്യൂൾ, ആർട്ടിക്കിൾ 29 പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നുണ്ട്. തീർച്ചയായും. പക്ഷെ വെല്ലുവിളികളും കാണുമല്ലോ അല്ലേ? ഉണ്ട്. പ്രധാന വെല്ലുവിളി ഈ ഭാഷ ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റി രാഷ്ട്രീയം തന്നെയാണ്. അത് ചിലപ്പോൾ പ്രാദേശികവാദം, മറ്റു ഭാഷക്കാരോടുള്ള ഒരു അസഹിഷ്ണുത ഇതിലേക്കൊക്കെ നയിക്കാം. പിന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു വാദം ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് പലപ്പോഴും തർക്കങ്ങൾക്കിടയാക്കുന്നു. അപ്പോ എന്താണൊരു മുന്നോട്ടുള്ള വഴി? പ്രധാനമായിട്ടും എല്ലാ ഭാഷകളെയും നമ്മൾ ബഹുമാനിക്കണം.
ത്രിഭാഷാ പദ്ധതി പോലുള്ള നയങ്ങൾ അത് കാര്യക്ഷമമായി നടപ്പാക്കണം. രാഷ്ട്രീയ പാർട്ടികൾ ഭാഷയെ ഒരു വിഭജനത്തിനുള്ള ഉപകരണമായി ഉപയോഗിക്കാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനം ഒരു ഒരു തുറന്ന മനസ്സോടെയുള്ള സംവാദവും സഹിഷ്ണുതയും നിലനിർത്തുക എന്നതാണ്. അതെ. അപ്പോൾ ഈ ഭാഷാപരമായൊരു ബാലൻസും പരസ്പര ബഹുമാനവും അതൊക്കെ ഇന്ത്യയുടെ ഐക്യത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാണല്ലേ? തീർച്ചയായും. നമ്മുടെ ആ ഒരു പ്രാദേശികമായ ചിന്തകൾക്കപ്പുറത്തേക്ക് പോയി നമ്മളെല്ലാവരും ഇന്ത്യൻ എന്നൊരു വികാരത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ റോസ്മര ജീവിതത്തിൽ നമ്മൾ ഈ ഭാഷാ വൈവിധ്യത്തെ ശരിക്കും ആഘോഷിക്കുന്നുണ്ടോ? അതോ നമ്മളറിയാതെ തന്നെ ഭാഷയുടെ പേരിൽ പുതിയ അതിർത്തികൾ ഉണ്ടാക്കുകയാണോ? ഇതൊന്ന് ചിന്തിക്കാവുന്നതാണ്. ശരി, അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ അവസാനമായി ചർച്ച ചെയ്യുന്നത് ദി ഹിന്ദു പത്രത്തിൽ വന്നൊരു പ്രധാന വാർത്തയാണ്. അമിത ടൂറിസത്തിന്റെ വെല്ലുവിളികൾ, അതായത് ദി ചാലഞ്ച് ഓഫ് ഓവർ ടൂറിസം. അപ്പോൾ യൂറോപ്പിലെ അനുഭവങ്ങൾ വെച്ച് ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട്? പ്രത്യേകിച്ച് നിങ്ങൾ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്? നമുക്കിതൊന്ന് നോക്കാം. ശരിയാണ്. ഇതിപ്പോ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആഗോളതലത്തിലും പ്രസക്തമാണ്. പിന്നെ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഇതിന് പ്രാധാന്യമുണ്ട്. അതെ, ലേഖനത്തിൽ പറയുന്നത് യൂറോപ്പിൽ, ശരി, സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ ഈ രാജ്യങ്ങളിലൊക്കെ ഓവർ ടൂറിസത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. ടൂറിസ്റ്റുകൾ വീട്ടിൽ പോവുക, അതുപോലെ നിങ്ങളുടെ അവധിക്കാലം ഞങ്ങളുടെ ദുരിതം എന്നൊക്കെയാണ് അവിടെ കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ. ശരിയാണ്. അതും അവരുടെ GDPയുടെ ഒരു 6% കൂടുതൽ ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ അത് വെറും 2% ഉള്ളൂ എന്നും ഓർക്കണം. നിയന്ത്രിതമായ ടൂറിസം അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത ചെലവ് വല്ലാതെ കൂട്ടുന്നു എന്നതാണ്. പ്രത്യേകിച്ച് വീട് വാടകയ്ക്കെടുക്കാനും വാങ്ങാനുമൊക്കെയുള്ള പൈസ, അതായത് ഹൗസിംഗ് കോസ്റ്റ്സ്, അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഓ, അപ്പോൾ ഈ ഹോട്ടലുകളും Airbnb സ്റ്റേകളുമൊക്കെ കൂടുന്നത്? അതെ അതെ. ടൂറിസ്റ്റുകൾക്ക് കുറഞ്ഞ കാലത്തേക്ക് താമസിക്കാൻ വേണ്ടി വീടുകളൊക്കെ അങ്ങനെ മാറ്റുമ്പോൾ അവിടുത്തെ സാധാരണക്കാർക്ക് വീട് കിട്ടാതാവുന്നു. ഇത് ചിലർക്ക് സാമ്പത്തികമായിട്ട് നല്ലതാണെങ്കിലും ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അസമത്വം കൂട്ടുകയും ചെയ്യും. നിങ്ങൾ ഈ വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബാർസലോണയിലൊക്കെ നടന്ന പ്രതിഷേധങ്ങളിലും ഇതൊരു പ്രധാന വിഷയമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. എന്താണ് ഈ ഓവർ ടൂറിസം എന്ന് കൃത്യമായി പറയാമോ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ടേംസ് പ്രിലിംസിനൊക്കെ പ്രധാനപ്പെട്ടവയുണ്ടാവുമല്ലോ. തീർച്ചയായും. ഓവർ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്ഥലത്തിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ആൾക്കാരെ എത്തുക. അത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരിസ്ഥിതിക്കും പിന്നെ അവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ദോഷമായി മാറുന്ന ഒരവസ്ഥ. അതാണ് ഓവർ ടൂറിസം. ഇതിന്റെ ഒരു ബദലാണ് നമ്മൾ പറയുന്ന സുസ്ഥിര വിനോദസഞ്ചാരം, അതായത് സസ്റ്റൈനബിൾ ടൂറിസം. പരിസ്ഥിതിക്കും സമൂഹത്തിനും വലിയ ദോഷമില്ലാതെ സാമ്പത്തിക കാര്യങ്ങളും നോക്കി ടൂറിസം വളർത്തുക. പിന്നെ പ്രിലിംസിന് പ്രധാനപ്പെട്ട മറ്റാശയങ്ങൾ: ഒന്ന്, GDPയിൽ ടൂറിസത്തിന്റെ പങ്ക്, GDP കോൺട്രിബ്യൂഷൻ ഓഫ് ടൂറിസം. മറ്റൊന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഭവനവില സൂചിക, അതായത് ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ്, HPI. HPI കൂടുന്നതും ഈ ഓവർ ടൂറിസത്തിന്റെ ഒരു സൂചന കൂടിയാണ്. ശരി, ഓക്കെ. അപ്പോ ഈ യൂറോപ്പിലെ അനുഭവം ഇന്ത്യയിലുള്ള നിങ്ങൾക്കിതൊരു മുന്നറിയിപ്പാണല്ലേ? ലേഖനം അങ്ങനെ പറയുന്നുണ്ടല്ലോ. വാദം യൂറോപ്പിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ഗോവ, മണാലി, ഷിംല, മൂന്നാർ, വാരണാസി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓവർ ടൂറിസത്തിന്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ തന്നെ കാണുന്നുണ്ട്. ശരിയാണ്. മൂന്നാറിലൊക്കെ പോയാൽ അറിയാം. അനിയന്ത്രിതമായ കെട്ടിടം പണി, വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട്, മാലിന്യം കളയാനുള്ള പ്രശ്നം, സ്ഥലത്തിന് താങ്ങാൻ പറ്റാത്ത വില, പിന്നെ അവിടുത്തെ സംസ്കാരം തന്നെ ഒരു കച്ചവടമായി മാറുന്നത്, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോ ഇന്ത്യ ടൂറിസം നന്നായി പ്രോത്സാഹിപ്പിക്കാൻ നോക്കുമ്പോൾ തുടക്കത്തിലെ ഒരു സുസ്ഥിരമായ നിയന്ത്രിതമായ രീതി ഇല്ലെങ്കിൽ യൂറോപ്പിലെ അവസ്ഥ ഇവിടെയും വരാം. ഇത് മെയിൻസ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. GS പേപ്പർ 1ൽ അർബനൈസേഷൻ, GS പേപ്പർ 3ൽ എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചർ, പരിസ്ഥിതി സംരക്ഷണം, പിന്നെ essay പേപ്പറിലും വരാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ ഗുണങ്ങളും ഈ ഓവർ ടൂറിസം കാരണമുണ്ടാകുന്ന ദോഷങ്ങളും അതൊന്ന് ചുരുക്കി പറയാമോ? ഗുണങ്ങൾ നമുക്കറിയാം. സാമ്പത്തിക വളർച്ച, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും, വിദേശ നാണ്യം കിട്ടും, അടിസ്ഥാന സൗകര്യങ്ങൾ ചിലപ്പോൾ മെച്ചപ്പെടും, പിന്നെ സാംസ്കാരിക വിനിമയം.
ദോഷങ്ങൾ നോക്കിയാൽ വിഭവങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം, ഇപ്പൊ ഹിമാലയത്തിലൊക്കെ വെള്ളത്തിന് ക്ഷാമം വരുന്നത്, ഗോവയിലെ മാലിന്യ പ്രശ്നം, പരിസ്ഥിതി നാശം, മലിനീകരണം, പിന്നെ സാധാരണക്കാരുടെ ജീവിതച്ചെലവ് കൂടുന്നത്, തദ്ദേശീയ സംസ്കാരത്തിന്റെ തനിമ നഷ്ടപ്പെടുന്നത്, അതുപോലെ ടൂറിസം മേഖലയിലെ ജോലികൾ പലപ്പോഴും സീസണലായിരിക്കും, കുറഞ്ഞ ശമ്പളം, സ്ഥിരതയില്ലാത്ത അവസ്ഥ. ഇതൊക്കെ വെല്ലുവിളികളാണ്. ശരി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പോംവഴി? യൂറോപ്പിലെ തെറ്റുകൾ നമ്മൾ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. സുസ്ഥിരമായ ഒരു സമീപനം. ഓരോ സ്ഥലത്തിനും എത്ര ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ പറ്റും, അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി, അതൊന്ന് ശാസ്ത്രീയമായി പഠിച്ച് ചിലപ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഹോം സ്റ്റേകൾക്കും മറ്റും കൃത്യമായ നിയമങ്ങളും നികുതിയും വേണം. ഭവന വിപണിയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ശരി. പിന്നെ ഉത്തരവാദിത്വ ടൂറിസം, അതായത് റെസ്പോൺസിബിൾ ടൂറിസം പ്രോത്സാഹിപ്പിക്കണം. വരുന്ന ടൂറിസ്റ്റുകൾക്കും അതിന്റെ ഒരു ബോധം വേണം. തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ടെത്തുക, തിരക്ക് ഒരിടത്ത് കേന്ദ്രീകരിക്കാതിരിക്കുക. ടൂറിസം പ്ലാനിങ്ങിലും നടത്തിപ്പിലുമൊക്കെ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പങ്ക് നൽകണം. ഏറ്റവും പ്രധാനം, ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവിടുത്തെ നാടിന്റെ വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഓവർ ടൂറിസം, സുസ്ഥിര ടൂറിസം, അതിന്റെ വിവിധ വശങ്ങൾ, ഇതൊക്കെ ഇന്ന് തന്നെ ഒന്നുകൂടി നോക്കുന്നത് ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. ടൂറിസം വരുമാനം തരുമ്പോൾ തന്നെ നമ്മുടെ നാടിന്റെ സ്വഭാവവും സാധാരണക്കാരുടെ ജീവിതവും അതിനുവേണ്ടി ബലി കൊടുക്കേണ്ടതുണ്ടോ എന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ആശംസകൾ.